അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യ ഖിയാറുക്കും ഫിൽ ഇസ്ലാം. ജാഹിലിയ കാലത്ത് ആരാണോ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവർ അവർ തന്നെയാണ് മുസ്ലിമായാലും നന്നാവുക. ഇദാ ഫഖഹു, അവർ ദീൻ പഠിച്ചാൽ. ഇൽമിന്റെ കൂടെ അഖ്ലാഖ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അവന്റെ ഇൽമ് ഉപകാരപ്പെടുകയില്ല, അത് ജനങ്ങൾ സ്വീകരിക്കുകയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്സാദിഖുൽ അമീൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബത്തിന്റെ ചരിത്രമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ 7 പേരുടെ ചരിത്രം ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ വിശദീകരിച്ചു. 8ാമത്തെ വ്യക്തിത്വം, ആ 10 പേരിൽ 8ാമത്തെ ആൾ അബൂ ഉബൈദ ആമിർ ഇബ്നു അൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം മുമ്പ് നമ്മൾ പറഞ്ഞ എല്ലാവരെയും പോലെ തന്നെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുല്ലാഹ് ഇബ്നു ജറാഹ് എന്ന വ്യക്തിയാണ്. വല്യുപ്പയാണ് അൽ ജറാഹ്. അദ്ദേഹത്തിലേക്ക് ചേർത്തിയിട്ടാണ് ആമിർ ഇബ്നു അൽ ജറാഹ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. അബൂ ഉബൈദ എന്നാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. അദ്ദേഹം ജനിച്ചത് ഹിജ്റക്ക് 40 വർഷം മുമ്പാണ്. മക്കയിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ ശരീരഘടനയെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് വളരെ മെലിഞ്ഞ ഒരാളായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം താടിയുള്ള ആളായിരുന്നു അദ്ദേഹം. താടി അധികം നീണ്ടു വളരാത്ത ആളായിരുന്നു. 2 പല്ല് അദ്ദേഹത്തിന്റെ 2 പല്ലുകൾ കൊഴിഞ്ഞു പോയിരുന്നു. അതിനെക്കുറിച്ച് ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കും. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ 27 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹവും ഉസ്മാൻ ബിൻ മദ്ഊൻ, ഹബശയിലേക്ക് ഹിജ്റ പോയ സംഘത്തിന്റെ നേതാവായിരുന്നു, അവരുടെ അമീറായിരുന്നു ഉസ്മാൻ ബിൻ മദ്ഊൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിതൃവ്യന്റെ ഉപ്പയുടെ സഹോദരന്റെ മകനായ ഉബൈദ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബൂ സലമ, ഇവരൊക്കെ ഒന്നിച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. 27 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കുമ്പോഴുള്ള പ്രായം. 2ാമത്തെ ഹിജ്റ, ഹബശയിലേക്ക് പോയ 2ാമത്തെ ഹിജ്റയിൽ അവരുടെ കൂടെ ഇദ്ദേഹം അങ്ങോട്ട് പോയിട്ടുണ്ട്, ഹിജ്റ പോയിട്ടുണ്ട്. പിന്നീട് മദീനയിലേക്കും ഹിജ്റ പോയി. അതുപോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫളായിലിൽപ്പെട്ടതാണ്, സ്വഹാബിയാണ് എന്നതുപോലെ തന്നെ 10 സ്വർഗാവകാശികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ 10 പേരിൽ ഒരാളാണ് ഇദ്ദേഹം. അറിയപ്പെട്ട, നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള തിർമിദിയിലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് ഫിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിലാണ്. ഇതിനേക്കാൾ വലിയൊരു അംഗീകാരം ഇനി എന്താണ് കിട്ടാനുള്ളത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ബദർ മുതൽ അവസാനം നടന്ന യുദ്ധങ്ങൾ വരെ, ഹുനൈനിലും തബൂക്കിലും അങ്ങനെയുള്ള ആദ്യവും അവസാനവുമായിട്ടുള്ള എല്ലാവിധ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞിട്ടുണ്ട്, യഅമലു മാ ശിഅ്തും ഖദ് ഗഫർതു ലക്കും, നിങ്ങൾ ഇനി ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചു കൊള്ളുക, നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. ബദർ യുദ്ധത്തിൽ വളരെ ധീരതയോടുകൂടി മുന്നിൽ നിന്ന് പോരാടിയ ഒരു വ്യക്തിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഈ സംഭവത്തിൽ, ബദർ യുദ്ധത്തിൽ നടന്നതായി അറിയപ്പെട്ട ഒരു സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുപോലെ തഫ്സീറുകളിലും ഒക്കെ കാണാം. അദ്ദേഹം തന്റെ ഉപ്പയെ കൊന്നു എന്ന് പറയുന്ന ഒരു സംഭവം, അത് യഥാർത്ഥത്തിൽ ദഈഫാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ സ്വന്തം ഉപ്പയെ കൊന്നു എന്ന് പറയുന്നത് സ്വഹീഹായി വന്നിട്ടില്ല. അത് ചരിത്രത്തിൽ അറിയപ്പെട്ട, ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടുള്ള ഒരു സംഭവമാണ്. അതിന്റെ സനദ് ദുർബലമാണ്. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം മുൻനിരയിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഉഹദില് മുനാഫിക്കുകൾ പിന്തിരിഞ്ഞോടി. അതുപോലെ സ്വഹാബത്തിൽപ്പെട്ട ചിലർ പോലും പേടിച്ചുപോയി, പലരും പിന്തിരിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ. അങ്ങനെയുള്ള വളരെയധികം നിർണായകമായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചുകൊണ്ട് ഉഹദ് യുദ്ധത്തിൽ ഉറച്ചു നിന്ന ഏതാനും ചില സ്വഹാബത്ത്, അതിൽപ്പെട്ട ഒരാളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
യുദ്ധത്തിൽ അണിഞ്ഞിരുന്ന തലയിൽ അണിഞ്ഞിരുന്ന വസ്ത്രം, അത് ആ പടച്ചട്ടയുടെ ഭാഗമായിട്ടുള്ള ആ ഉപകരണം മിഗ്ഫർ എന്ന് പറയുന്ന സാധനം, അത് അതിന്റെ 2 ആണികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് തറച്ചിരുന്നു. മുഖത്തിന്റെ കവിളിന്റെ മുകൾ ഭാഗത്ത്, ഏകദേശം ഈ ഒരു ഭാഗത്ത്, നെറ്റിക്ക് താഴെയുള്ള ഭാഗത്ത് 2 വശത്തുമായി 2 ആണികൾ തറച്ചു കയറിയിരുന്നു. അത് പറിച്ചെടുക്കാൻ പറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടി. അത് കണ്ടപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഓടി വന്നു. നോക്കൂ, നിങ്ങൾ യുദ്ധക്കളത്തിൽ സ്വന്തം ജീവൻ ഭീഷണിയിലാണ്, ശത്രുക്കൾക്കിടയിൽ വാളു പിടിച്ച് നിൽക്കുന്ന ശത്രുക്കളുടെ നടുവിലാണ്, 75 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്ക് പറ്റി എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് ഈ ആണികൾ പറിച്ചെടുക്കാൻ നോക്കി. അപ്പൊ കൈകൊണ്ട് പറിച്ചെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം കടിച്ചിട്ട് വായ കൊണ്ട് ആ ആണികൾ 2 പറിച്ചെടുത്തു. കടിച്ചിട്ട് പറിക്കുമ്പോൾ നമ്മൾ ചുണ്ടായിരിക്കും ശരീരത്തിൽ തട്ടുന്നത്. കൈകൊണ്ട് പറിച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നഖമുണ്ട്. അതുപോലെ തന്നെ 2 കൈകൊണ്ട് പറിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി വേദനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് പല്ലുകൊണ്ട് ആ ആണികൾ 2 പറിച്ചെടുത്തു. കൈകൊണ്ട് കുറെ സമയമെടുക്കും, അത്രയും വേദനിക്കും. പല്ലുകൊണ്ട് കടിച്ചു പറിച്ചാൽ പെട്ടെന്ന് കിട്ടും, വേദന കുറവായിരിക്കും. അങ്ങനെ അദ്ദേഹം ചെയ്തതിന്റെ ഫലമായി 2 പല്ലുകൾ നഷ്ടപ്പെട്ടു. ഒന്ന് പറിച്ചപ്പോൾ ഒരു പല്ല് പോയി, അടുത്ത പല്ലുകൊണ്ട് ഏറ്റവും മുന്നിലുള്ള ഈ 2 പല്ലുകൾ, സെനിയത്ത് എന്നറിയപ്പെടുന്ന പല്ലുകൾ, അത് 2ഉം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം പല്ലില്ലാതെയായത്. റളിയല്ലാഹു അൻഹു അർദ. അതുപോലെ തന്നെ അദ്ദേഹം ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സുനൻ അബൂദാവൂദിൽ വന്നിട്ടുള്ള ഹദീസുണ്ട്. ലാ യദ്ഖുലുൻ നാറ അഹദുൻ മിമ്മൻ ബായഅ തഹ്ത ഷജറ. ആ മരത്തിന് ചുവട്ടിൽ വെച്ച് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന ഈ ഉടമ്പടിയിൽ പങ്കെടുത്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ജിഹാദിന്, യുദ്ധത്തിന് അമീറായി നിയോഗിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ള ഒരു വിശേഷണമുണ്ട്, ഒരു ലഖബുണ്ട്, അമീനു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ഏറ്റവും വിശ്വസ്തൻ, അല്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ വിശ്വസ്തനായ പ്രതിനിധി, അമീൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അത് വലിയ ഒരു അംഗീകാരമാണ്. നമുക്കറിയാം, വലിയ ഒരു സ്വഭാവ ഗുണമാണ് അമാനത്ത് എന്ന് പറയുന്നത്. ഹദീസിൽ കാണാം, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലാത്തവന് ഈമാനില്ല. വിശ്വസ്തത ഇല്ലാത്തവന് അവന്റെ ഈമാൻ ദുർബലമാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അമാനത്ത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അവന്റെ അഹ്കാമുകളാണ്, ദീനിന്റെ നിയമങ്ങളാണ്, നമസ്കാരം, നോമ്പ്. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം, അമാനത്ത് എന്ന് പറഞ്ഞാൽ ജനാബത്ത് കുളി അമാനത്താണ് എന്ന് പറഞ്ഞ് സലഫുൽ വിശദീകരിച്ചത് കാണാം. കാരണം അള്ളാഹു ഏൽപ്പിച്ച ഒരു അമാനത്താണ്, ഒരു ഹുക്മാണ്. അതുപോലെ എന്തൊക്കെ ദീനിന്റെ നിയമങ്ങളുണ്ടോ, ഇന്ന അറദ്നൽ അമാനത അല സമാവാതി വൽ അർദ് വൽ ജിബാൽ. ആകാശഭൂമികൾക്കും പർവ്വതങ്ങൾക്കും മുമ്പിൽ അള്ളാഹു അവസരം കൊടുത്തു അള്ളാഹുവിന്റെ ദീനെ ഏറ്റെടുക്കാൻ, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാൽ പ്രതിഫലവും, അനുസരണക്കേട് കാണിച്ചാൽ നരകവും കിട്ടും എന്നുള്ള അവസരം അത് ഏറ്റെടുക്കാൻ അള്ളാഹു അവരോട് ആവശ്യപ്പെട്ടു. ഫഅബൈന യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ. ഈ വലിയ വലിയ സൃഷ്ടികളൊക്കെ പേടിച്ചു. വഹമലഹൽ ഇൻസാൻ. മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഇന്നഹു കാന ദലൂമൻ ജഹൂല. മനുഷ്യൻ വലിയ അക്രമിയും വിഡ്ഢിയുമാകുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ദീനാണ് ഏറ്റവും വലിയ അമാനത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകൾ, അത് സമ്പത്ത് തന്നെ ആവണമെന്നില്ല. ഒരാൾ ഒരു തുക നമ്മൾ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങി, അത് തിരിച്ചു കൊടുക്കൽ മാത്രമല്ല അമാനത്ത്. സംസാരം, ഒരാൾ നമ്മെ ഒരു രഹസ്യം ഏൽപ്പിച്ചു, ഒരു വിവരം നമ്മോട് രഹസ്യമായിട്ട് പറഞ്ഞു. ഹദീസിൽ കാണാം, സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ സംസാരം അമാനത്താണ്. അല്ല, എന്ന് ചില ആൾക്കാർ രഹസ്യങ്ങൾ പരസ്യമാക്കും, എന്നിട്ട് പറയും അവനെന്നോട് രഹസ്യമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയും ചോദിച്ചാൽ. അങ്ങനെ രഹസ്യമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ചില ആൾക്കാരുടെ രഹസ്യമാണെന്ന് പറഞ്ഞാലും പോരാ, ഇത് അമാനത്താണ് എന്ന് തന്നെ പറയണം. അങ്ങനെ അമാനത്താണ് എന്ന് അവൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അതൊക്കെ വലിയ ജഹലാണ്. ഒരാൾ ഒരു കാര്യം നമ്മൾ പുറത്തു പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മതി, അത് അമാനത്താണ്, അത് പുറത്തു പറയാൻ പാടില്ല. ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള അമാനത്ത് ഒത്തിണങ്ങിയ ആളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹ് ബുഖാരിയിൽ കാണാം, ലികുല്ലി ഉമ്മത്തിൻ അമീൻ. ഓരോ ഉമ്മത്തിലും ഒരു അമീൻ ഉണ്ടാകും, വിശ്വസ്തനായ ഒരു വ്യക്തി ഉണ്ടാകും. വ അമീനു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ അമീൻ അബൂ ഉബൈദ ഇബ്നു അൽ ജറാഹ് ഇദ്ദേഹമാണ് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളാണ് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ സ്ഥാനം കിട്ടിയത്? അത് ഈ വക സ്വഭാവ ഗുണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വലിയ നേതാവായി മാറിയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാകും. അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനം, സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന അംഗീകാരം. അപ്പൊ സ്വഹാബത്തിനിടയിൽ ഒരാൾക്ക് സ്ഥാനമുണ്ടായിരുന്നത് അയാളുടെ ദുനിയാവ് കൊണ്ടല്ല, സ്വഭാവ ഗുണങ്ങൾ കൊണ്ടായിരുന്നു, ദീൻ കൊണ്ടായിരുന്നു. ഈ ആശറാത്തുൽ മുബശ്ശറൂൻ, സ്വർഗം ഉറപ്പുണ്ട് എന്ന് പറയുന്ന 10 പേരിൽ അദ്ദേഹം എണ്ണപ്പെടാനുള്ള കാരണം ദീനാണ്, തറവാടല്ല, സമ്പത്തല്ല, മറിച്ച് ഇതുപോലെയുള്ള സ്വഭാവ ഗുണങ്ങളായിരുന്നു. അതുകൊണ്ട് ആ ഗുണം ആർക്കാണോ ഉള്ളത് അവരും ഈ കൂട്ടരുടെ മാർഗത്തിലാണ്. അവർക്കും ഇവരുടേതിന് സമാനമായ അല്ലെങ്കിൽ അവരുടെ അതേ ഇനത്തിൽപ്പെട്ട പ്രതിഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരിക്കൽ 2 വ്യക്തികൾ, നജ്റാനിൽ നിന്ന് 2 വ്യക്തികൾ, 2 സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്അസ് മഅനാ റജുലൻ അമീനൻ, വിശ്വസ്തനായ ഒരാളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കണം, അവർക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അമീനായിട്ടുള്ള വിശ്വസ്തനായ ഒരാളെ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കണം. നജ്റാനിലെ ആളുകൾ അത് നസ്രാനികളായിരുന്നു. പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ അവര് ഇസ്ലാം സ്വീകരിച്ച ഉടനെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്ന മുമ്പുമായിരിക്കാം, അല്ലാഹു അലം. അപ്പൊ ആ സമയത്ത് അവർ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി, അവരോട് ദഅവത്ത് നടത്താൻ വേണ്ടി ഒരാൾ ആവശ്യപ്പെട്ടപ്പോ അമീനായിട്ടുള്ള ഒരാൾ വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് പോലും അറിയാം ഒരുപക്ഷെ അവർ കാഫിറുകളായിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ച പൊതു വിശ്വാസികളായിരിക്കും. ആ സമയത്തും അവർക്ക് സ്വഭാവത്തിന്റെ പ്രാധാന്യം അറിയാമായിരുന്നു. ജാഹിലിയ കാലത്ത് തന്നെ ആളുകൾക്കിടയിൽ, അറബികൾക്കിടയിൽ നല്ല സ്വഭാവത്തിന് ഒരു സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാറുക്കും ഫിൽ ജാഹിലിയ ഖിയാറുക്കും ഫിൽ ഇസ്ലാം. ജാഹിലിയ കാലത്ത് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവർ, അവർ തന്നെയാണ് മുസ്ലിമായാലും നന്നാവുക. ഇദാ ഫഖഹു, അവർ ദീൻ പഠിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോ കുഫാറുകൾക്കിടയിൽ പോലും സ്ഥാനമുള്ള കാര്യമാണ് അഖ്ലാഖ് എന്ന് പറയുന്നത്, സൽസ്വഭാവം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത്. അപ്പൊ ഈ സൽസ്വഭാവത്തിന്റെ പ്രാധാന്യം, അമാനത്തിന്റെ പ്രാധാന്യം ഒക്കെ എത്രയുണ്ട് എന്ന് അതിന് മനസ്സിലാക്കാം. വലാ തബ്അസ് മഅനാ ഇല്ലാ അമീന, വിശ്വസ്തനായ ഒരാളെ അല്ലാതെ പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അംഗീകരിച്ചു. ഇതെന്ത് മനസ്സിലാക്കാം? ദീൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, ഇൽമിന്റെ കൂടെ അഖ്ലാഖ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവന്റെ ഇൽമ് ഉപകാരപ്പെടുകയില്ല, അത് ജനങ്ങൾ സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? വലൗ കുൻത ഫദ്ദൻ ഖലീദൽ ഖൽബ് വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾക്ക് ജനങ്ങളോട് സൗമ്യമായി പെരുമാറാൻ സാധിച്ചത്. വലൗ കുൻത ഫദ്ദൻ ഖലീദൽ ഖൽബ്, താങ്കൾ ഒരു പരുഷപ്രകൃതമുള്ള ആളായിരുന്നെങ്കിൽ, പരിക്കനായ ഒരാളായിരുന്നെങ്കിൽ, ലം ഫദ്ദു മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റുപാട് നിന്ന് ജനങ്ങൾ ഓടി രക്ഷപ്പെടുമായിരുന്നു. ആലോചിച്ച് നോക്കൂ, വഹ്യുള്ള റസൂലാണ്, റസൂലിനെ വിട്ടിട്ട് ആളുകൾ ഓടും സ്വഭാവം മോശമായാൽ. അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ അതിന്റെ താഴെയുള്ള നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ഇൽമുമില്ല, അഖ്ലാഖുമില്ല. അങ്ങനെ ആയാൽ ദീനിൽ നിന്ന് ആളുകളെ അകറ്റിയതിന്റെ കുറ്റം നമുക്കുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ദഅവത്തിന് പറഞ്ഞേക്കുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്, ബശ്ശിറ വലാ തുനഫിറ, നിങ്ങൾ ജനങ്ങളെ സന്തോഷിപ്പിക്കുക. ശറഈയായ രീതിയിൽ, ഹറാമുകൾക്ക് കൂട്ടുനിന്നിട്ടല്ല, അനുവദനീയമായ രൂപത്തിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ട് ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കുക. വലാ തുനഫിറ, അവർ ദീനിൽ നിന്ന് അകറ്റരുത്. വയസ്സിറ വലാ തുഅസ്സിറ, നിങ്ങൾ അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക. അവർക്ക് ദീനിലുള്ള അംഗീകരിക്കപ്പെട്ട ഇളവുകൾ പറഞ്ഞു കൊടുക്കുക. ദീനിൽ ഹലാലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അത് ദീൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടല്ല, തോന്നിയത് പറയുകയല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ പരിധിക്കുള്ളിലുള്ള ഇളവുകളും സൗകര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. വലാ തുഅസ്സിറ, ദീനിനെ ഒരു ഞെരുക്കമായി അവരുടെ മുന്നിൽ തോന്നിപ്പിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇശാ നമസ്കാരത്തിൽ സൂറത്തുൽ ബഖറ ഓതി ഒരു സ്വഹാബി നമസ്കരിച്ചപ്പോ മറ്റൊരാൾ പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം എന്ന സ്വഹാബിയെ ഉപദേശിച്ചു. അഫത്താനുൻ അൻത, നീ ഫിത്ന ഉണ്ടാക്കുകയാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോ ദഅവത്ത് ചെയ്യുന്ന ആളുകൾക്ക് അനിവാര്യമായി വേണ്ട കാര്യമാണ് എല്ലാ സൽസ്വഭാവങ്ങളും, ക്ഷമയും അമാനത്തും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ മിൻ നബിയിൻ ഇല്ലാ വഖദ് റഅൽ ഗനം, ആടുമേക്കാത്ത ഒരു നബിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ നബിമാരെയും അല്ലാഹു തആല ആടുമേക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കുറച്ചു കാലം, ക്ഷമയുണ്ടാകാൻ വേണ്ടി. അപ്പൊ ക്ഷമയും അമാനത്തും ഇതുപോലുള്ള സ്വഭാവങ്ങൾ ദീൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക് അനിവാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തൊക്കെ കാത്തു നിൽക്കുകയാണ്.
ആരെയാണ് പറഞ്ഞേക്കുക എന്ന് അറിയാൻ വേണ്ടി. സഹീഹ് ബുഖാരികളുടെ സംഭവമാണ്. എല്ലാ സഹാബിമാർക്കും ആഗ്രഹം തോന്നി അവരവരായിരിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖും യാ അബാ ഉബൈദ ഇബ്ൻ അൽ ജറാഹ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഹാദാ അമീനു ഹാദിഹിൽ ഉമ്മ, ഇത് ഈ ഉമ്മത്തിലെ അമീനായ വ്യക്തിയാകുന്നു, വിശ്വസ്തനായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ടിട്ടുള്ള വ്യക്തിയാകുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും അദ്ദേഹം ആ മാർഗത്തിൽ തുടർന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് അദ്ദേഹം ഒരു സൈന്യ തലവനായിരുന്നു, ഒരു മുജാഹിദായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഷാം കീഴടക്കാൻ വേണ്ടി, ഇന്നത്തെ സിറിയയും ഫലസ്തീനും ജോർദാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഷാം, ആ പ്രദേശം കീഴടക്കാൻ വേണ്ടി പറഞ്ഞയച്ച 4 അമീറുമാരിൽ ഒരാൾ അബൂ ഉബൈദയായിരുന്നു. മറ്റൊരാൾ മുആദ് ഇബ്നു ജബൽ, അതുപോലെ ശുറഹ്ബീൽ ഇബ്നു ഹസന, യസീദ് ഇബ്നു അബി സുഫിയാൻ എന്നീ 4 സ്വഹാബിമാരെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറുമാരാക്കിയത്. അതിലൊരാളായിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അദ്ദേഹം ഈ സ്ഥാനം തുടർന്നു. ഷാമിലെ പല നാടുകളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കീഴടക്കി. എന്നാൽ പൂർണ്ണമായും മുസ്ലിമീങ്ങൾ ഷാം കീഴടക്കിയിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ബൈത്തുൽ മഖ്ദിസ് ഫലസ്തീൻ കീഴടക്കുന്നത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഷാമിന്റെ പല ഭാഗങ്ങളും കീഴടക്കിയ സൈന്യത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അമീറുൽ ഉമറ എന്ന പേര് ആദ്യമായി ഷാമിൽ സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ എല്ലാ അമീർമാരുടെയും അമീറായിരുന്നു. ഷാമിൽ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്ന ആളുകളുടെയൊക്കെ നേതാവായിരുന്നു, തലവനായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിനിടയിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അതിന്റെ ചില ഉദാഹരണങ്ങൾ കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അടുത്ത ഖലീഫ ആരാകണം എന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ഖദ് റളീതു ലക്കും അഹദ ഹാദൈനി റജുലൈൻ. ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അബൂ ഉബൈദയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഖദ് റളീതു ലക്കും അഹദ ഹാദൈനി റജുലൈൻ, ഈ 2 പേരിൽ ഒരാളെയാണ് ഞാൻ തൃപ്തിപ്പെടുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷേ എല്ലാ സ്വഹാബിമാരും തീരുമാനിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. അദ്ദേഹം അധികാരം ആഗ്രഹിച്ചിട്ടില്ല. അതിന് പകരം ഈ 2 സ്വഹാബിമാരെയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചത്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം കാണാം. അവരോടൊരിക്കൽ ചോദിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. ഒരാൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഖ്ലിഫൻ ലൗ ഇസ്തഖ്ലഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖലീഫയെ നിശ്ചയിച്ചിരുന്നെങ്കിൽ, നിശ്ചയിച്ചിട്ടില്ല, പേര് പറഞ്ഞ് നിശ്ചയിച്ചിട്ടില്ല, അങ്ങനെ നിശ്ചയിച്ചിരുന്നെങ്കിൽ ആരെയാകും നിശ്ചയിക്കുക? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂബക്കറിനെയാണ് എന്ന് പറഞ്ഞു. ثم من بعد അബീ ബക്കർ, അബൂബക്കർ കഴിഞ്ഞാൽ പിന്നെ ആരെയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടുക ഖലീഫയായിട്ട്? ഖാലത്ത് ഉമർ, അവർ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു ആയിരിക്കും. പിന്നെ ചോദിച്ചു, വീണ്ടും ആരെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ അടുത്ത ഖലീഫയാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് തൃപ്തിപ്പെടുക? ഖാലത്ത്, അവർ പറഞ്ഞു അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആയിരിക്കും. അപ്പൊ അത്രയും സ്ഥാനമുള്ള ആളായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് അത്രയും തൃപ്തിപ്പെട്ടിരുന്നു, വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, തമന്നൗ, നിങ്ങൾ ആഗ്രഹിച്ചു കൊള്ളുക. സൽഫ് സാലിഹ്യങ്ങളുടെ ചരിത്രത്തിൽ, പലരുടെയും ചരിത്രത്തിൽ കാണാവുന്ന ഒരു കാര്യമാണ്. അവർ കൂടിയിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരാൾ പറയും, നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ പറയുക. അങ്ങനെ അവർ ദീനിയായ നല്ല ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ പങ്കുവെക്കും. അങ്ങനെയുള്ള പല സംഭവങ്ങളും കാണാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരോട്, തന്റെ കൂടെയുള്ള സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറയുക. അപ്പൊ ഒരാൾ പറഞ്ഞു, അതമന്നലു അന്ന ഹാദിഹി ദാറ മംലൂഅത്തുൻ ദഹബൻ, ഈ വീട്, നമ്മൾ ഇരിക്കുന്ന ഈ കെട്ടിടം, ഇത് മുഴുവൻ സ്വർണം കൊണ്ട് നിറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫഉൻഫിഖഹു ഫീ സബീലില്ലാഹ്, എന്നിട്ട് എന്തിനാണ്? അതനുഭവിക്കാനല്ല, അതുകൊണ്ട് സുഖിക്കാനല്ല, ആ സ്വത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് ചെലവഴിക്കാൻ വേണ്ടി, സ്വതക്ക ചെയ്യാൻ വേണ്ടി. അടുത്തയാൾ പറഞ്ഞു, അതമന്നലു അന്നഹ മംലൂഅത്തുൻ ലുഅ്ലുഅൻ ഔ സബർജദൻ ഔ ജൗഹറൻ, ഈ വീട് മുഴുവൻ മുത്തും പവിഴവും മരതകവും വിലപിടിപ്പുള്ള കല്ലുകൾ, ഇതൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫഉൻഫിഖഹു ഫീ സബീലില്ലാഹി വതസദ്ദഖ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് സദഖ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, തമന്നൗ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫഖാലു, അപ്പൊ സഹാബത്ത് കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ പറഞ്ഞു, മാ നദ്രി യാ അമീറുൽ മുഅ്മിനീൻ, എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല, താങ്കൾ തന്നെ പറയൂ എന്നർത്ഥം.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതമന്ന ലൗ അന്നഹ മംലൂഅത്തുൻ റിജാലൻ മിസ്ല അബി ഉബൈദ ഇബ്നുൽ ജറാഹ് വമുആദ് ഇബ്നു ജബൽ വസാലിം മൗല അബി ഹുദൈഫ വഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹും. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീട് നിറയെ സ്വർണം വേണമെന്നോ മുത്തുംപവിഴം വേണമെന്നോ സ്വത്തുവകകൾ വേണമെന്നോ എന്നൊന്നല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീട് നിറയെ റിജാലൻ, നല്ല ആണത്തമുള്ള ആളുകൾ, പുരുഷന്മാരായിട്ടുള്ള ആളുകൾ. ആരെ പോലെയുള്ള ആളുകൾ? അബൂ ഉബൈദയെ പോലെ, മുആദ് ഇബ്നു ജബലിനെ പോലെ, സാലിം റളിയല്ലാഹു അൻഹു പോലെ, അതുപോലെ ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള ആദ്യകാലക്കാരായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അറിവുള്ള ആളുകൾ, അവരെ പോലെയുള്ള ആളുകൾ ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ഫിഖ്ഹാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദീനിലുള്ള അവഗാഹം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലെ, സാധാരണ ആളുകൾ, അറിവില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആഴത്തിൽ ചിന്തിക്കാത്ത ആളുകൾ ഇങ്ങനെ സംസാരിക്കും. അവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെയായിരിക്കും. മറ്റുള്ള സ്വഹാബത്തിന്റെ വാക്ക് മോശമാണ് എന്നല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഫിഖ് അതിലും അപ്പുറമായിരുന്നു. അവർക്ക് നല്ല കാര്യങ്ങളാണ് ആഗ്രഹിച്ചത്. പക്ഷെ അതിനേക്കാൾ പ്രധാനം എന്താണ്? ദീനിന്റെ നിലനിൽപ്പ് എപ്പോഴും അത് സ്വത്തിലോ ഈ ദീനിന്റെ ആളുകളുടെ കയ്യിലുള്ള സ്വർണത്തിലോ വെള്ളിയിലോ ഒന്നുമല്ല. നേരെ മറിച്ച് ഈമാനുള്ള ആളുകൾ, ദീനുള്ള ആളുകൾ, ഇഖ്ലാസുള്ള ആളുകൾ, അവരെ കൊണ്ടാണ് ഇസ്ലാം നിലനിൽക്കുക. അള്ളാഹുവിന്റെ ഖദറിന് ശേഷം, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഇങ്ങനെയുള്ള വ്യക്തികളിൽ, മനുഷ്യരിലാണ് ഈ ദീനിന്റെ നിലനിൽപ്പ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ, അവർക്ക് തർബിയത്ത് കൊടുക്കാനായിരിക്കണം ദീൻ പഠിപ്പിക്കുന്ന ആളുകൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ കുറെ സമ്പാദിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് ദീനിനെ ശക്തിപ്പെടുത്താം എന്ന് വിചാരിക്കുന്നത്, അതിന് രണ്ടാം സ്ഥാനമേ കൊടുക്കാൻ പാടുള്ളൂ. ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ ദീൻ അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന, അത് സ്വന്തം പെരുമാറ്റത്തിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ പ്രയോഗിക്കുന്ന, ദീൻ പ്രചരിപ്പിക്കാൻ ഇഖ്ലാസോടെ പരിശ്രമിക്കുന്ന, ആദ്യം സ്വന്തം ജീവിതം ഈ ദീനിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളെ ഉണ്ടാക്കാനാണ് പരിശ്രമിക്കേണ്ടത്. അതുണ്ടായാൽ ബാക്കി കാര്യങ്ങൾ അതിനേക്കാൾ എളുപ്പമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ഇസ്ലാം സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ മുസ്ലിമായ വലിയൊരു പണക്കാരൻ, അയാളുടെ മനസ്സ് മാറിയാൽ മതി, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊള്ളും. പക്ഷെ ഒരാൾക്ക് ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം നല്ല ഈമാൻ തികഞ്ഞ, നല്ല ഇൽമുള്ള ഒരാളായി മാറാൻ സാധിക്കുമോ? സാധിക്കയില്ല. അതിന് തർബിയത്ത് വേണം. അത് വലിയ അധ്വാനമുള്ള കാര്യമാണ്. ഒരു ആലിമ് ഒരു രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ ഉണ്ടായി വരുന്നതാണോ? ഒരിക്കലുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഇൽമുള്ള, അമലുള്ള, ഇഖ്ലാസുള്ള, ത്യാഗം സഹിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, അവരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മുആദ് ഇബ്നു ജബൽ ഏറ്റവും വലിയ ആലിമാണ്. ഈ പറഞ്ഞ ആളുകൾക്ക് ഉലമാക്കളാണ്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട. അങ്ങനെയുള്ള ആളുകളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അദ്ദേഹം വളരെ ധീരനായിരുന്നു, അതുപോലെ തന്നെ വലിയ വിനയമുള്ള ആളായിരുന്നു, തവാദുഉള്ള ആളായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുകയും അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിന്റെ, അന്നത്തെ കാലത്ത് നടന്ന യർമൂക്ക് യുദ്ധത്തിന്റെ അമീറായി നിയമിക്കുകയും ചെയ്തു. യുദ്ധം നടക്കുന്ന സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായി ഉമർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുക്കുന്നത്. അങ്ങനെ സൈന്യത്തിന്റെ അടുത്തേക്ക് കത്തയച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ അമീറായിരുന്ന ഖാലിദ് ഇബ്നു വലീദിനെ മാറ്റിയിട്ടുണ്ട്, അതിന് പകരം അബൂ ഉബൈദയെ നിയമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചു. ഈ കത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടി. അദ്ദേഹം യുദ്ധം കഴിയുന്നത് വരെ ആ കത്ത് പുറത്തുവിടാതെ അത് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ യുദ്ധം കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട് ഖാലിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യർഹമുകല്ലാഹു അബാ ഉബൈദ, അള്ളാഹു താങ്കളോട് റഹ്മത്ത് കാണിക്കട്ടെ, അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ. മാ മനഅക അൻ തുഖ്ബിറനി ഹൈന ജാഅകൽ കിതാബ്, ഈ എഴുത്ത് വന്നപ്പോ, അമീറുൽ മുഅ്മിനീന്റെ കൽപ്പന വന്നപ്പോ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് ചോദിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി കരിഹ്തു അൻ അക്സിറ അലൈക ഹർബക്, നിങ്ങളുടെ യുദ്ധം അതിനൊരു തടസ്സമുണ്ടാക്കരുത് എന്ന് ഞാൻ വിചാരിച്ചു. അതിപ്പോ നല്ല നിലക്ക് നടക്കുന്നുണ്ട്. വമാ സുൽത്താനുദ്ദുനിയ നുരീദ്, ദുനിയാവിന്റെ അധികാരമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. വലാ ലിദ്ദുനിയ നഅമൽ, ദുനിയാവിന് വേണ്ടിയല്ല നമ്മൾ പണിയെടുക്കുന്നത്. കുല്ലുനാ ഫില്ലാഹി ഇഖ്വ, നമ്മളെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹോദരന്മാരാണ്. അമീർ ആയാലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹോദരന്മാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് വന്ന അറിയപ്പെട്ട ചരിത്ര സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ബൈത്തുൽ മഖ്ദിസ് കീഴടക്കി അതിന്റെ താക്കോൽ ഏറ്റുവാങ്ങാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു നൂറ്റാണ്ടുകളോളം ശത്രുക്കളുടെ കയ്യിൽ കിടന്നിട്ട് അത് മോചിപ്പിച്ച് ബൈത്തുൽ മഖ്ദിസിന്റെ താക്കോൽ വാങ്ങാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് ഷാമിലെ അമീർ അദ്ദേഹം അബൂ ഉബൈദയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ ചുറ്റും ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. ചരിത്രത്തിൽ കാണാം, അവിടെയുള്ള നസറാണികൾ വരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയും
അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പറയപ്പെടുന്നത് പൂർവികരുടെ ഗ്രന്ഥങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അവരൊക്കെ ഒരുമിച്ച് കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി മുസ്ലിമീങ്ങളും അല്ലാത്തവരും എല്ലാവരും അവിടുത്തെ ഭരണാധികാരികളും യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന സൈനികരും ഒക്കെ അവിടുത്തെ അടിച്ചുകൂടി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന അഖി അബൂ ഉബൈദ, എന്റെ സഹോദരൻ അബൂ ഉബൈദ എവിടെ? ഖാലു, അവർ പറഞ്ഞു, എത്തിക്കല്ലാൻ, ഇപ്പോൾ അദ്ദേഹം വരും. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരൊട്ടകപ്പുറത്ത് വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉൻസരിഫു അന്ന, എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് അബൂ ഉബൈദയോട് പറഞ്ഞു, ഇദ്ഹബ് ബിനാ ഇലാ മൻസിലിക്, താങ്കളുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ തസ്നഉ ഇൻദി, എന്റെ അടുത്ത് വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്? മാ തുരീദു ഇല്ലാ അൻ തഅസിറ ഐനക അലയ്യ, താങ്കളുടെ കണ്ണ് എന്റെ മേൽ പിഴിയാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നാൽ അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് കരയും, വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് എന്തിനാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലൊന്നും കാണുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐന മതാഉക്, താങ്കളുടെ വീട്ടിലെ വസ്തുവകകളൊക്കെ എവിടെ, വീട്ടിലെ ഉപകരണങ്ങളൊക്കെ എവിടെ? ലാ അറ ഇല്ലാ ലിബ്ദൻ, ഞാൻ കാണുന്നത് കുറെ തുണിക്കഷ്ണങ്ങൾ മാത്രമാണ്. ഇരിക്കാനൊക്കെ ഒരു നല്ല വിരിപ്പില്ല, കുറെ തുണികൾ മാത്രം കിടക്കുന്നുണ്ട്. വസഹ്ഫത്തൻ, അതുപോലെ സാധാരണ നിലക്കുള്ള ചെറിയ പാത്രങ്ങളാണുള്ളത്, വലിയ തളികകളില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി. വശന്നൻ, അതുപോലെ വെള്ളപാത്രമുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ തുണിക്കഷ്ണങ്ങളുണ്ട്, കുറെ ചെറിയ പാത്രങ്ങളുണ്ട്, വേറെ ഒന്നുമില്ല. വഅൻത അമീർ, താങ്കൾ ഇവിടുത്തെ അമീറാണ്. ഇന്നത്തെ കാലത്ത് ഒരു രാജ്യമല്ല, ഇന്നത്തെ ഭൂപടപ്രകാരം 3-4 രാജ്യങ്ങളുണ്ട്. ഇത്രയും വലിയ പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ്, അമീറാണ്. അഇൻദക തആം, നിന്റെ അടുത്ത് വല്ല ഭക്ഷണവും ഉണ്ടോ, കഴിക്കാൻ വല്ലതും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഫഖാമ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവിടെ എഴുന്നേറ്റിട്ട് ഇലാ ജൗന, ഒരു തോൽപാത്രം വെച്ചിട്ടുണ്ട്, അതിന്റെ അടുത്തേക്ക് പോയി. ഫഅഖദ മിൻഹാ കുസൈറാത്ത്, അതിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ്. മദീനയിൽ നിന്ന് 1 മാസത്തോളം യാത്ര ചെയ്ത് വന്നിട്ടുള്ള ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എടുത്തു കൊടുത്തത് ഈ തോൽപാത്രത്തിൽ നിന്ന് കുറെ മുറിഞ്ഞ റൊട്ടി കഷ്ണങ്ങൾ. ഈ റൊട്ടി കഷ്ണങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് ഖുൽതു ലക ഇന്നക സതഅസിറു ഐനക അലയ്യ യാ അമീറൽ മുഅ്മിനീൻ, താങ്കൾ വീട്ടിൽ വന്നാൽ കരച്ചിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ്. യക്ഫീക മാ യുബല്ലഗുകൽ മഖീൽ, ഭക്ഷണത്തിൽ എന്താണ് കാര്യം? ഭക്ഷണം എന്ന് പറഞ്ഞാൽ മഖീൽ എന്ന് പറഞ്ഞാൽ കൈലൂല ഉറങ്ങുന്ന സമയം, ഉച്ചക്ക് ളുഹറിന് മുമ്പായിട്ട് ഉറങ്ങുന്ന സമയം. ആ സമയം വരെ വിശപ്പടക്കാൻ ഉള്ളത് തിന്നാ മതിയല്ലോ, അതിനുള്ളത് ഇവിടെ ഉണ്ട് എന്നർത്ഥം, അതിനൊക്കെ മതി എന്നർത്ഥം. അങ്ങനെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗയ്യറത്ന ദുനിയ കുല്ലന, ഞങ്ങളെ എല്ലാവരെയും ദുനിയാവ് മാറ്റിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലെ ആയിരുന്നു, പട്ടിണിയായിരുന്നു. പക്ഷെ പിന്നീട് അധികാരവും അതുപോലെ തന്നെ ഭരണവും ഒക്കെ വിശാലമായപ്പോ ഞങ്ങളെല്ലാവരും കുറച്ച് വിശാലമായിട്ടുണ്ട്, കുറച്ച് കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട്. ഗൈറക യാ അബൂ ഉബൈദ, താങ്കൾ മാത്രം ദുനിയാവിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇമാം ദഹബി റഹിമഹുല്ലാ ഈ കഥ പറഞ്ഞതിന് ശേഷം, ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വഹാദാ വല്ലാഹി ഹുവ സുഹദുൽ ഖാലിസ്, അല്ലാഹുവാണേ സത്യം, ഇതാണ് ശുദ്ധമായ സുഹദ്, ഭൗതിക വിരക്തി. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ലാ സുഹദ മൻ കാന ഫഖീറൻ മുഅ്ദിമ, ഒന്നുമില്ലാത്ത മിസ്കീന്മാരുടെ സുഹദല്ല സുഹദ്. അല്ലെ, നമ്മളൊക്കെ ഇപ്പോ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഒരാൾ ദുനിയാവ് അനുഭവിക്കാതിരിക്കുക എന്നുള്ളത് സുഹദല്ല. ആളുകൾ വിചാരിക്കുവാൻ വലിയ ജാഹിദാണ്, ദുനിയാവിനോട് താല്പര്യമില്ലാത്തതാണ്. ദുനിയാവ് ഇല്ലാഞ്ഞിട്ടാണ്, കിട്ടാത്തത് കൊണ്ടാണ്. കിട്ടിയാൽ അനുഭവിക്കും. പക്ഷെ അദ്ദേഹം വലിയ ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയായിട്ട് ഇങ്ങനെ ദുനിയാവിനോട് യാതൊരു താല്പര്യവുമില്ലാതെ വിരക്തിയോടുകൂടി സുഹദോടുകൂടി ജീവിച്ചു. നമുക്കറിയാവുന്നതാണ്, മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ സുഹദ് എന്ന് പറഞ്ഞാൽ, ദുനിയാവിനോടുള്ള വിരക്തി എന്ന് പറഞ്ഞാൽ അത് ദുനിയാവ് അനുഭവിക്കാതിരിക്കുക എന്നല്ല, നേരെ മറിച്ച് മനസ്സിൽ ദുനിയാവിനോട് ഹബ്ബില്ലാതിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ മിസ്കീനാണെങ്കിലും മനസ്സിൽ ദുനിയാവിനോട് ആർത്തി ഉണ്ടാകും, അവൻ ജാഹിദല്ല. ചിലപ്പോ ദുനിയാവ് നല്ലോണം അനുഭവിക്കുന്നുണ്ടാകും, പക്ഷെ അവന്റെ മനസ്സിൽ ഇതിനോടൊരു തഅല്ലുഖും ഒരു ബന്ധവുമില്ല. അത് നഷ്ടപ്പെട്ടാൽ അവൻ വിഷമിക്കുകയില്ല. ഇമാം അഹ്മദിനോട് ചോദിച്ചു, 1,00,000 സ്വത്തുള്ളവൻ, ദിർഹമോ ദീനാറോ ആയിരിക്കാം, അത്രയുമുള്ള ഒരാൾക്ക് ജാഹിദാവാൻ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, സാധിക്കും. ഒരു ഷർത്തുണ്ട്, ഒരു നിബന്ധനയുണ്ട്. അതിലൊരു ദിർഹം കൂടിയാൽ അവൻ മതിമറന്ന് സന്തോഷിക്കാൻ പാടില്ല, അതിൽ ഒരു ദിർഹം കുറഞ്ഞു പോയാൽ അവൻ വിഷമിക്കാനും പാടില്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള ആത്മാർത്ഥമായ സുഹദുള്ള ആളുകൾ സ്വാഭാവികമായും അവർക്കൊരു അശ്രദ്ധ ബാധിക്കും ദുനിയാവിന്റെ കാര്യത്തിൽ. അത് അവർ നിർബന്ധമായ കാര്യങ്ങൾ വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ തെറ്റല്ല. അങ്ങനെയുള്ള ആളുകളാണ് സഹാബത്തും താബിഈങ്ങളും ഒക്കെ. അപ്പൊ അദ്ദേഹം ഇമാം ദഹബി റഹിമഹുല്ലാ പറഞ്ഞ പ്രകാരം അസ്സുഹുദുൽ ഖാലിസ്, ശുദ്ധമായ സുഹദുള്ള
വ്യക്തിയായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ചരിത്രത്തിൽ കാണാം. ഒരിക്കല് അദ്ദേഹം ഒരു സൈന്യത്തിനിടയിലൂടെ നടന്നിട്ട്, പട്ടാൾക്കാർക്കിടയിലൂടെ നടന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അലാ റുബ്ബ മുബയ്യിദിൻ ലിഥിയാബി മുദന്നിസിൻ ലിദീനി. എത്രയോ ആളുകളുണ്ട്, അവർ വസ്ത്രം നന്നായി വെളുപ്പിച്ചിട്ടുണ്ടാകും, വസ്ത്രം അലക്കി നല്ല വെളുപ്പിച്ച് ഭംഗിയുള്ള വസ്ത്രം ധരിക്കും. മുദന്നിസിൻ ലിദീനിഹി, പക്ഷെ അവന്റെ ദീൻ മലിനമായിരിക്കും. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നന്നാക്കാനാണ്, നമ്മുടെ ദീൻ നന്നാക്കാനാണ്, നമ്മുടെ അഖ്ലാഖ് അല്ലെ. നമ്മുടെ വസ്ത്രത്തിൽ ഒരു ചെറിയ കറ വരണ്ടാൽ നമുക്ക് വലിയ വിഷമമായിരിക്കും, അത് ആളുകൾ കാണുമെന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കും. പക്ഷെ നമ്മുടെ ഖൽബ് അത് അള്ളാഹു കാണുന്ന സ്ഥലമാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല, വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ മുഖഭംഗി അള്ളാഹു നോക്കുന്നില്ല. ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വ അമാലിക്കും, നിങ്ങളുടെ അമലുകളും നിങ്ങളുടെ ഖൽബുമാണ് അള്ളാഹു നോക്കുന്നത്. ആ ഖൽബിൽ ശിർക്കുണ്ടോ, റിയാ ഉണ്ടോ, നിഫാഖുണ്ടോ, അതുപോലെ മുസ്ലിമീങ്ങളോട് പകയുണ്ടോ, അതുപോലെ തന്നെ ഹറാമുകളോടുള്ള ആഗ്രഹങ്ങളുണ്ടോ, ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഈ ഖൽബിലുണ്ടോ, അതിനായിരിക്കണം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, അതിനായിരിക്കണം, അത് ശുദ്ധീകരിക്കാനായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതല്ലാതെ എത്ര വെളുത്ത വസ്ത്രം വിട്ട് നടന്നിട്ടും കാര്യമില്ല എന്നർത്ഥം. അലാ റുബ്ബ മുക്രിമിൻ ലിനഫ്സിഹി വഹുവ ലഹാ മുഹീൻ. എത്രയോ ആളുകളുണ്ട്, അവൻ സ്വന്തത്തെ ആദരിക്കുകയാണ്, തന്റെ നിലവാരം അവൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നവൻ വിചാരിക്കുന്നു. വഹുവ ലഹാ മുഹീൻ, അവൻ യഥാർത്ഥത്തിൽ അവനെ സ്വയം തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അല്ലെ, ആളുകളുടെ ഇടയിൽ പേരും പ്രശസ്തിയും കിട്ടാനുള്ള മാർഗങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ട് പലതും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവൻ സ്വയം തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഹറാമും ഹലാലും നോക്കാതെ സമ്പാദിക്കുന്ന ഒരുത്തൻ ആളുകൾക്കിടയിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ്, അയൽവാസികൾക്കിടയിൽ തന്റെ വീട് മോശമാകരുത്, വാഹനം മോശമാകരുത് എന്ന് വിചാരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മൽഊൻ, ശപിക്കപ്പെട്ടവനായി മാറുകയാണ്. പലിശ ഇടപാട് നടത്തിയിട്ട്, ഹറാമുകൾ തിന്നിട്ട്. അങ്ങനെ അവൻ അള്ളാഹുവിന്റെ മുന്നിൽ, അവനെ കാണുന്ന മലക്കുകളുടെ മുന്നിൽ, സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളുടെ മുന്നിൽ ഒരു മൽഊനായി, ശപിക്കപ്പെട്ടവനായി മാറുകയാണ്. സ്ത്രീകൾ അവരുടെ സമപ്രായക്കാർക്കിടയിൽ, അവരുടെ കൂട്ടുകാരികൾക്കിടയിൽ മോശമാകരുതെന്ന് വിചാരിച്ചിട്ട് ഔറത്ത് മറക്കാതെ നടക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് ശപിക്കപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ളവരാണ് മുത്തബർരിജാത്തിൻ, സ്വന്തം ഭംഗി പുറത്തു കാണിച്ച് നടക്കുന്ന സ്ത്രീകളെ. സുഗന്ധദ്രവ്യം ഉപയോഗിച്ച് ആളുകൾക്കിടയിലൂടെ നടക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഫഹിയസാനിയ, ഒരു വ്യഭിചാരിണിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നഊദു ബില്ലാഹ്. അങ്ങനെ എത്രയോ ആളുകളുണ്ട്, അവൻ സ്വയം നന്നാക്കുകയാണ് എന്നവൻ വിചാരിക്കുന്നു. ഫഹുവ ലഹാ മുഹീൻ, അവൻ യഥാർത്ഥത്തിൽ സ്വയം അപമാനിക്കുകയാണ്, തന്റെ വില കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബാദിറു സയ്യിആത്തിൽ ഖദീമാത്ത് ബിൽ ഹസനാത്തിൽ ഹദീസാത്ത്. നിങ്ങളെല്ലാവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ആ തെറ്റുകൾ, നിങ്ങളുടെ പഴയ തെറ്റുകളെ നിങ്ങൾ പുതിയ നന്മകൾ കൊണ്ട് മായ്ച്ചു കളയുക. നല്ലൊരു നസിഹത്താണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ദിവസങ്ങൾ ഓർത്തു നോക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകും വളരെ വിഷമകരമായ, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, നമ്മൾ ദുഃഖിക്കുന്ന സംഭവങ്ങൾ. അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ബാദിറു അസയ്യാത്തിൽ ഖദീമാത്ത്, ഈ പഴയ തിന്മകളെ നിങ്ങൾ മായ്ച്ചു കളയുക. അതിനെ മായ്ക്കാൻ നിങ്ങൾ ധൃതി കൂട്ടുക. എന്തുകൊണ്ടാണ് ധൃതി കൂട്ടേണ്ടത്? ബിൽ ഹസനാത്തി അൽ ജദീദാത്ത്, പുതിയ നന്മകൾ ചെയ്തുകൊണ്ട്. ഇതാരോടാണ് അദ്ദേഹം പറയുന്നത്? ആലോചിച്ച് നോക്കൂ. സൈന്യത്തിനിടയിലൂടെ നടന്നിട്ടാണ് പറയുന്നത്. സ്വഹാബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. അവരങ്ങേയറ്റം നല്ല കാര്യങ്ങൾ ചെയ്യും, ജിഹാദ്, സദഖ, അങ്ങേയറ്റത്തെ നല്ല കാര്യങ്ങൾ ചെയ്യും, അതോടൊപ്പം അങ്ങേയറ്റം പേടിക്കുകയും ചെയ്യും. ഇതായിരുന്നു അവരുടെ അവസ്ഥ. മുനാഫിക്കുകൾ എന്താണ് ചെയ്യുക? അവർ വളരെ മോശമായ പ്രവൃത്തികൾ ചെയ്യും, അവനവനെ കുറിച്ച് വലിയ മതിപ്പായിരിക്കും. ഇതാണ് ഒരു മുഅ്മിനും മുനാഫിക്കും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു നമ്മെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു വാക്കാണ്, നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയുമായിരുന്നു, യഖൂലു വദിത്തു അന്നി കുന്തു കബ്ശൻ, ഞാനൊരു ആടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്താണ് ആടായാലുള്ള ഗുണം? ഫയദ്ബഹുനി അഹ്ലി, അങ്ങനെ വീട്ടുകാർ എന്നെ അറക്കും. ഞാൻ ആരുടെ വീട്ടിലാണോ ആ വീട്ടുകാരെന്നെ അറക്കും. ഫയകുലൂന ലഹ്മി വയഹ്സൂന മറഖി, അവരെന്റെ ഇറച്ചി തിന്നും, അതുപോലെ ബാക്കിയുള്ള എല്ല് അത് അവർ സൂപ്പാക്കി കുടിച്ചോളും, എന്നാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ ഈ ദുനിയാവില് അങ്ങ് തീർന്നു പോകും. ആഖിറത്തിൽ ഹിസാബും അതുപോലെ തന്നെ പ്രതിഫലവും ശിക്ഷയും ഒന്നുമില്ലാതെ തീർന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഒരാടിനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ എല്ലാ ജിഹാദിലും പങ്കെടുത്തിട്ടുള്ള സ്വഹാബിയാണ് ഈ പറയുന്നത്. അതായിരുന്നു അവരുടെ അവസ്ഥ. അവരുടെ അമലുകൾ അങ്ങേയറ്റം നല്ലതും സ്വന്തത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ കുറവും, സ്വന്തം നിലയും വിലയും അവരുടെ മനസ്സിൽ വളരെ താഴെയായിരുന്നു. അതുപോലെ അദ്ദേഹം പറഞ്ഞു, ഇതേ അർത്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ മണലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വെണ്ണീറായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല കാറ്റുള്ള ദിവസം
ആ കാറ്റിൽ പെട്ടുപോയ വെണ്ണീർ പോലെ ആയിരുന്നെങ്കിൽ, അങ്ങനെ പറന്നുപോയി അത് തീരും, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വഹാബത്തിന്റെ പ്രത്യേകതയാണിത്. നമ്മൾ ഈ കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മനസ്സിൽ നമുക്ക് നമ്മളെക്കുറിച്ച് വലിയ മതിപ്പും അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ നിസ്സാരനും ആകുന്ന അവസ്ഥയുണ്ടാകരുത്. അതാണ് മുനാഫിക്കുകളുടെ സ്വഭാവം. അവരവരെ കുറിച്ച് വലിയതായിട്ടാണ് വിചാരിക്കുക. യഹൂദികളുടെ സ്വഭാവം നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ് എന്നൊക്കെ പറയും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുകയാണ് അവരെ. ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേലിലെ കാഫിറുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാ വരുന്നത്. നേരെ തിരിച്ചായിരിക്കണം. നമ്മുടെ മനസ്സിൽ നമ്മളെ കുറിച്ച് ചെറിയ ചിത്രവും അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് വലിയ സ്ഥാനവും ഉണ്ടാകുന്ന അവസ്ഥ നമുക്കുണ്ടാകണം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മരണമാണ് ഇനി അടുത്തതായി നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം ഷഹീദായി ആണ് മരണപ്പെടുന്നത്. 2 നിലക്ക് ഉള്ള ഷഹാദത്ത് അദ്ദേഹത്തിന് ലഭിച്ചു. ഒന്ന്, അദ്ദേഹം യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴാണ്, ഒരു സൈന്യത്തിലെ അംഗമായി നിൽക്കുന്ന അവസ്ഥയിലാണ് മരണപ്പെടുന്നത്. അതുപോലെ തന്നെ പ്ലേഗ് ബാധിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ഈ 2 നിലക്കുമുള്ള ഷഹാദത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഹിജ്റ 18 അറിയപ്പെട്ട ത്വാഊനു അംവാസ് എന്ന പ്ലേഗ് ഷാമിൽ ഉണ്ടായ ആ പ്ലേഗിൽ പെട്ട് ഒരുപാട് സ്വഹാബത്ത് മരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ഷാമില് പുതിയ പുതിയ പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്ലേഗ് രോഗം അവിടെ പടർന്നു പിടിച്ചു. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, ശുഹദാക്കളെ എണ്ണിയ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് മത്ഊൻ, പ്ലേഗ് ബാധിച്ച് മരിക്കുന്നയാൾ. അങ്ങനെ ഈ പ്ലേഗ് അവിടെ പടർന്നിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഉമർ റളിയല്ലാഹുവിന്റെ ആഗ്രഹമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ വീട് നിറച്ച് അബൂ ഉബൈദയെ പോലെ മുആദ് ബിൻ ജബലിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. അപ്പൊ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടുത്തണം എന്ന് ഉമർ റളിയല്ലാഹുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അബൂ ഉബൈദക്ക് കത്തയച്ചു. സലാമുൻ അലൈക് അമ്മാ ബഅദ് ഫഇന്നഹു ഖദ് അറദത് ലി ഇലൈക ഹാജ, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ഉരീദു അൻ ഉഷാഫിഹക ബിഹ, അത് നേരിട്ട് പറയേണ്ടതാണ് എന്ന് പറഞ്ഞു. ഫഅസംതു അലൈക ഇദാ നദർത ഫീ കിതാബി ഹാദാ, അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ നിർബന്ധമായും എന്തു ചെയ്യണം, അല്ലാ തദഅഹു മിൻ യദിക ഹത്താ തുഖ്ബില ഇലയ്യ, കത്ത് താഴെ വെക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. കാരണം പ്ലേഗ് ആയതുകൊണ്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരില്ല. അതുകൊണ്ട് ഇങ്ങനെ കത്തെഴുതി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത് ഈ പ്ലേഗിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കത്തെഴുതിയിട്ടുള്ളത്. അദ്ദേഹം മറുപടി എഴുതി, യഗ്ഫിറുല്ലാഹു ലി അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. യാ അമീറുൽ മുഅ്മിനീൻ ഇന്നി ഖദ് അറഫ്തു ഹാജതക ഇലയ്യ, താങ്കളുടെ ആവശ്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വ ഇന്നി ഫീ ജുൻദിൻ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരു സൈനികനായിട്ടാണ് ഇപ്പോഴുള്ളത്. ലാ അജിദു ബിനഫ്സി റഗ്ബതൻ അൻഹും, അവരെക്കാൾ എന്റെ നഫ്സിന് ഞാനൊരു വിലയും കൊടുക്കുന്നില്ല. അല്ല, അവരൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ മാത്രം രക്ഷപ്പെടുക എന്ന കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല. ഫലസ്തു ഉരീദു ഫിറാഖഹും, അവരെ വിട്ടുപിരിയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹത്താ യഖ്ളി അല്ലാഹു ഫിയ വഫീഹിം അംറഹു വഖളാഅഹ്, അള്ളാഹു എന്റെ കാര്യത്തിലും അവരുടെ കാര്യത്തിലും എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് അള്ളാഹു നടപ്പിലാക്കുന്നത് വരെ. അള്ളാഹു നടപ്പിലാക്കട്ടെ. ഒന്നുകിൽ വിജയിക്കും, അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിക്കും, അല്ലെങ്കിൽ പ്ലേഗ് പിടിച്ച് മരിക്കും. ഇതിലെന്താണോ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് അത് നടക്കട്ടെ. ഫഖല്ലിനി മിൻ അസീമത്തിക യാ അമീറുൽ മുഅ്മിനീൻ, അതുകൊണ്ട് താങ്കൾ നിർബന്ധപൂർവ്വം കൽപ്പിച്ചിട്ടുള്ള ഈ കൽപ്പന അതിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം. വദഅനി ഫീ ജുന്ദി, എന്റെ സൈന്യത്തിൽ തുടരാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഈ കിതാബ്, ഈ എഴുത്ത് വായിച്ച് കരഞ്ഞു. ജനങ്ങൾ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ അമാത അബൂ ഉബൈദ, ഉമർ റളിയല്ലാഹുവിന്റെ കരച്ചിൽ കണ്ടപ്പോൾ അബൂ ഉബൈദ മരിച്ചു എന്നാണോ കത്ത് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വകഅൻ ഖദ്, മരിച്ചിട്ടില്ല, പക്ഷെ മരിക്കാറായി എന്ന് തോന്നുന്നു. കാരണം അത്രയും അധികം ഈ പ്ലേഗ് അവിടെ പരക്കുകയും ആളുകൾ കൂട്ടത്തോടെ മരിക്കുകയുമായിരുന്നു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് പ്ലേഗ് ബാധിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം മരിച്ചപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഈ സൈന്യത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഖുതുബ നടത്തി അബൂ ഉബൈദയെ പുകഴ്ത്തിക്കൊണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നക്കും അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ഫുജിഅ്തും, നിങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്, നിങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ബിറജുലിൻ, ഒരാളുടെ വിഷയത്തിൽ, അഥവാ ഒരാളുടെ മരണത്താൽ നിങ്ങൾ വളരെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്.
ആ വ്യക്തി ആരാണ്? വല്ലാഹി മാ അസ്ഉമു അന്നി റഅയ്തു മിൻ ഇബാദില്ലാഹി അബ്ദൻ ഖത്തു. അള്ളാഹുവിന്റെ അടിമകളിൽ ഇതുപോലെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഏത് കാര്യത്തിലാണ് അദ്ദേഹത്തെ പോലെ ഒരാളെ കാണാത്തത്? അഖല്ല ഗംസൻ, പരിഹാസം കുറവുള്ള ഒരാളെ പരിഹസിക്കുക, അക്കാര്യത്തിൽ ഇതുപോലെ കുറവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വല അബർറ സദ്റൻ, ഇതുപോലെ നല്ല മനസ്സുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരോടും ഒരു പകയും വിദ്വേഷവുമില്ല, ഹക്കിന്റെ പേരിലല്ലാതെ, ദീനിന്റെ പേരിലല്ലാതെ. അങ്ങനെയുള്ള ഒരു നല്ല മനസ്സുള്ള ഒരാളെ ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. വല അബ്അദ ഗായിലതൻ, വഞ്ചനയിൽ നിന്ന് ഇതുപോലെ അകലം പാലിക്കുന്ന ഒരാൾ. എന്തൊരിടപാടിലും യാതൊരു തരത്തിലുള്ള വഞ്ചനയും പേടിക്കേണ്ടതില്ല, അങ്ങനെയുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റഹിമല്ലാഹു മർഅൻ, അള്ളാഹു ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. സംഹൻ ഇദാ ബാഅ സംഹൻ ഇദസ്തറ, അവൻ വിൽക്കുകയാണെങ്കിൽ വിശാലതയുള്ളവനായിരിക്കും, വാങ്ങുകയാണെങ്കിൽ വിശാലതയുള്ളവനായിരിക്കും. എന്ന് പറഞ്ഞാൽ പരമാവധി എങ്ങനെയെങ്കിലും നമ്മുടെ പോക്കറ്റിലാക്കാം. അതുപോലെ പരമാവധി ഈ വസ്തു അതിന് കിട്ടാവുന്നതിന്റെ പരമാവധി വില വാങ്ങാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ പരമാവധി വില കുറച്ച് വാങ്ങാം. ഇങ്ങനെയുള്ള ചിന്തയല്ല. കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും, പക്ഷേ എന്നാലും ഒരു വിശാലത ഉണ്ടായിരിക്കും. ആവശ്യക്കാരനാണ് ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ അവന്റെ ആവശ്യം പരിഗണിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നേരെ വിപരീതമാണ് ഗായിലത്ത് എന്ന് പറയുന്നത്, വഞ്ചന. വഞ്ചനയിൽ നിന്ന് ഇത്രയധികം അകലം പാലിച്ച ഒരാളെ എനിക്കറിയില്ല. വല അശദ്ദ ഹുബ്ബൻ ലിൽ ആഖിബ, ആഖിബത്തിനോട് ഇത്രയധികം സ്നേഹമുള്ള ഒരാൾ. അഥവാ ദുനിയാവിൽ നമ്മുടെ മരണം നല്ല അവസ്ഥയിലായിരിക്കണം, ആഖിറത്തിൽ നമ്മുടെ പര്യവസാനം, ആഖിബത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അന്തിമമായ പര്യവസാനം, അത് നല്ലതായിരിക്കണം എന്ന് ഇതുപോലെ ആഗ്രഹിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വല അൻസഹ ലിൽ ആമ്മ, അതുപോലെ തന്നെ പൊതുജനങ്ങളോട്, മുസ്ലിമീങ്ങളോട് ഇത്രമാത്രം നസീഹത്തുള്ള ഒരാളെ, ഗുണകാംക്ഷയുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഫതറഹമു അലൈഹി റഹിമഹുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സുമ്മ അസ്ഹിറൂ ലിസ്സലാത്തി അലൈഹി, പിന്നീട് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പുറപ്പെടുക. സഹറ എന്ന് പറഞ്ഞാൽ മരുഭൂമി, മരുഭൂമിയിൽ പോവുക എന്നാണ് അസ്ഹറ. നിങ്ങൾ മൈതാനത്തേക്ക് പോവുക. അധികവും മയ്യിത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പള്ളിക്ക് പുറത്താണ് നമസ്കരിച്ചിരുന്നത്. സുന്നത്താണ് പള്ളിക്ക് പുറത്ത് മൈതാനത്ത് വെച്ച് നമ്മൾ ഈദ് നമസ്കരിക്കുന്ന പോലെ മയ്യിത്ത് നമസ്കരിക്കുക എന്നുള്ളത്. അങ്ങനെ അവര് അദ്ദേഹത്തെ കൊണ്ടുപോയി. ഫവല്ലാഹി ലാ യലി അലൈക്കും മിസ്ലഹു അബദൻ, എന്നിട്ട് മുആദ് ബിൻ ജബൽ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, അദ്ദേഹത്തെ പോലെ ഒരു അമീറിനെ ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഫജ്തമഅ അന്നാസ്, അങ്ങനെ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടി അവർ അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോയി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇമാമ് നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ഖബറിൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ ജനാസ ഖബറിൽ വെക്കുകയും ചെയ്തു. അങ്ങനെ മണ്ണ് വാരിയിട്ട് ഖബറടക്കി കഴിഞ്ഞതിന് ശേഷം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ അബാ ഉബൈദ, അല്ലയോ അബു ഉബൈദ, ലഉസ്നിയന്ന അലൈക്, ഞാൻ താങ്കളെ പുകഴ്ത്താൻ പോവുകയാണ്. മുആദ് ബിൻ ജബലിന് സംസാരിച്ചിട്ട് മതിയായിട്ടില്ല, ഞാൻ താങ്കളെ പുകഴ്ത്തുകയാണ്. വല അഖൂലു ബാത്തിലൻ അഖാഫു അൻ യൽഹഖനി ബിഹാ മിനല്ലാഹി മഖ്തുൻ, സഹാബത്തിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് നോക്കൂ, ഞാൻ നിങ്ങളെ പുകഴ്ത്തിയിട്ട് അതിന്റെ പേരിൽ അള്ളാഹു എന്നോട് കോപിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെ, നമ്മൾ ആൾക്കാരെ മുഖസ്തുതി പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് വെറുപ്പുള്ള ആളുകളെ പുകഴ്ത്താൻ പാടില്ല. അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറയാം, ഞാൻ അങ്ങനെ ഒരു അദാബ് പേടിക്കുന്നില്ല, അള്ളാഹുവിന്റെ ഒരു കോപം ഞാൻ പേടിക്കുന്നില്ല താങ്കളെ പുകഴ്ത്തിയതിന്റെ പേരിൽ. അത്രയും സത്യമാണ് പറയുന്നത് എന്നർത്ഥം. കുൻത വല്ലാഹി മാ അലിംതു മിനദ്ദാകിരീന അല്ലാഹ കസീറ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഓരോ വിശേഷണങ്ങൾ എണ്ണി പറയുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് എത്രമാത്രം ഇതിലൊക്കെ സ്വഹാബത്തിനെ പിന്തുടരാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം, പരിശോധിക്കണം. അതിൽ ഒക്കെ പിന്തുടരാൻ നമ്മൾ പരിശ്രമിക്കണം. അതാണ് സ്വഹാബത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. അതാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്. സ്വഹാബത്തിന്റെ വിശ്വാസം, അവരുടെ ഇതുപോലെയുള്ള ഇബാദത്തുകൾ, അവരുടെ അഖ്ലാഖ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് സലഫുകളുടെ മാർഗം. അദ്ദേഹം പറയുകയാണ്, ഞാൻ താങ്കളെ അറിഞ്ഞിട്ടുള്ളത് മിനദ്ദാകിരീന അല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്നവനായിട്ടാണ്. വമിനല്ലദീന യംശൂന അലൽ അർദി ഹൗന, ഭൂമിയിൽ താഴ്മയോടെ നടന്നു പോകുന്നവനായിട്ടാണ്, വിനയത്തോടെ നടക്കുന്നവനായിട്ടാണ്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, അല്ലെ, വിനയത്തോടെ നടക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. അതൊക്കെ അന്നത്തെ കാലത്ത് തിരക്കടില്ല, ഇപ്പോഴത്തെ ആൾക്കാരോടൊന്നും അങ്ങനെ വിനയം കാണിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ അല്ലാഹു തആല പറഞ്ഞതാണ്, വൈദാ ഖാതബഹുമുൽ ജാഹിലൂൻ, അക്രമികൾ, വിവരം കെട്ടവർ എന്തെങ്കിലും ഇങ്ങോട്ട് വന്ന് നമ്മുടെ വിനയം ഇല്ലാതാക്കുന്ന തരത്തിൽ പെരുമാറിയാൽ ഖാലൂ സലാമ, അവര് ഉപദ്രവമില്ലാത്ത വാക്കുകൾ പറയും, അവർ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും പറയും. അവരോട് അതുപോലെ അതേ നാണയത്തിൽ മറുപടി കൊടുക്കുകയില്ല. അങ്ങനെയുള്ള ആളായിരുന്നു. വമിനല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ, ചെലവഴിക്കുകയാണെങ്കിൽ ധൂർത്തില്ലാതെ പിശുക്കുമില്ലാതെ മിതത്വത്തോടുകൂടി ചെലവഴിക്കുന്ന ആളായിരുന്നു. വകുൻത വല്ലാഹി മിനൽ മുഖ്ബിതീൻ, താങ്കൾ
മുഹ്ബിത്തായിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങേയറ്റത്തെ താഴ്മ അള്ളാഹുവിനോടും അവന്റെ സൃഷ്ടികളോടും കാണിക്കുക, അതാണ് ഇഖ്ബാത്ത്. അങ്ങനെയുള്ള ആളായിരുന്നു. അൽ മുതവാദിഈൻ, വിനയമുള്ള ആളായിരുന്നു. അല്ലദീന യർഹമൂനൽ യതീമ വൽ മിസ്കീൻ, യതീമിനോടും മിസ്കീനോടും റഹ്മത്തുള്ള ആളായിരുന്നു. യുബ്ഗിദൂനൽ ഖായിനീനൽ മുതകബ്ബിരീൻ, വഞ്ചകരെയും അഹങ്കാരികളെയും വെറുക്കുന്നവനായിരുന്നു. അങ്ങനെ മിസ്കീന്മാരെ സ്നേഹിക്കുകയും അതുപോലെ മാസികത്തുകളുമായി നടക്കുന്ന കിബറും വഞ്ചനയും ഒക്കെ നടക്കുന്ന ആളുകളെ വെറുക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നതും വെറുക്കുന്നതും, അങ്ങനെയുള്ള ആളായിരുന്നു എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇന്നത്തെ ജോർദാന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. അദ്ദേഹത്തിന് ഒരു ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹിന്ദ് ബിൻതു ജാബിർ ഇബ്നു വഹബ് എന്ന ഒരേ ഒരു ഭാര്യയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു, യസീദ്, ഉമൈർ എന്നീ പേരുള്ള 2 ആൺകുട്ടികൾ. ഈ 2 പേരും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഈ പ്ലേഗിൽ മരണപ്പെടുകയും അത് അദ്ദേഹത്തിന്റെ പരമ്പര അവസാനിക്കുകയും ചെയ്തു. റളിയല്ലാഹു അൻഹു വഅർദാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന്റെ ഈ പറഞ്ഞ വിശേഷണങ്ങൾ ഉൾക്കൊള്ളാൻ, അവരെ പിന്തുടരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.